ഹലോ, ഇത് നമ്മൾ ദീപാവലിയുടെ അന്ന് വൈകിട്ട് എടുത്ത വീഡിയോസാണേ. വൈകിട്ട് മുതൽ ഇങ്ങനെ നിർത്താതെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടീസ് എല്ലാം അച്ഛനെയും നോക്കിയിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോൾ കമ്പിത്തിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ദീപാവലിക്ക് ഇങ്ങനെ വലിയ വലിയ പടക്കങ്ങളൊന്നും വാങ്ങാറില്ല. ഈ കുട്ടികൾക്ക് തോക്കും പൊട്ടാസും പിന്നെ ഈ കമ്പിത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ തോക്ക് പൊട്ടാസ് കുറച്ച് കമ്പിത്തിരി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ രാത്രിയാണ് വിളിച്ച് പറയുന്നത് കുറച്ച് ദീപാവലി സീഡ്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണേ എന്നുള്ളത്. പക്ഷേ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ സീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയത്. കുട്ടികൾക്ക് ഈ മധുരമുള്ള സാധനങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കാതെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് അവർ കണ്ടുപോയി. കണ്ടതുകൊണ്ട് എന്തായാലും കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം അവർക്ക് കൊടുത്ത് അവരുടെ കൊതി അങ്ങ് അടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദീപാവലിക്ക് വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ആരൂസ് എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. അവന് ഓൾറെഡി നേരത്തെ തന്നെ തോക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൽ കുറച്ച് പൊട്ടാസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നിറച്ച് പൊട്ടാസാണ് കേട്ടോ. ഒരു പൊട്ടാസ് വാങ്ങിക്കാൻ പറഞ്ഞാൽ ഒരു കൂടോടുകൂടെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് തിരിച്ചു കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നത് സീഡ്സ് ബോക്സ് എടുത്തിട്ടുണ്ടേ. പക്ഷേ ഇത് വൻ നഷ്ടമായി പോയി. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ദീപാവലി സീഡ്സ് ആണ്. എന്നാലും കുഴപ്പമില്ല, തൽക്കാലം കൊതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കുറേശ്ശൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പേര് ഞാനാണെങ്കിൽ മറന്നു. അങ്ങനെ ഈ സീഡ്സ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിത് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഈ ഒരു കമ്പിത്തിരി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അത് ഏറ്റവും ഇഷ്ടം നമ്മുടെ ആരൂസിനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് ആദ്യം തുടക്കം കുറിച്ചത്. അപ്പോൾ അത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഈ ഒരു പ്രഹസനമൊക്കെ നടക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ താഴെ തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പുകയും വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരുന്നു. നമ്മുടെ പീലിക്കുട്ടി പേടിച്ചിട്ട് ആ ഒരു ഭാഗത്തോട്ടേ പോകുന്നുണ്ടായിരുന്നില്ല. ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുടെ കമ്പിത്തിരിയൊക്കെ കൊടുക്കാനായിട്ടാണ് ദൂരെ മാറി നിൽക്കുന്നത്. നമ്മുടെ ദീപാവലി വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.